നീണ്ട 35 വർഷങ്ങൾക്ക് ശേഷം, ഒരുപക്ഷെ വളരെ വലിയൊരു കാലയളവിന് ശേഷം നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ജീവിതം എന്ന വഴിയാത്രയിൽ പല യാത്രികരെയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. നമ്മുടെ പ്രിയപ്പെട്ടവരായ നമ്മുടെ സഹപാഠികൾ ഒരുപക്ഷെ നമ്മെ വേർതിരിഞ്ഞു പോയിട്ടുണ്ടാകാം. അതോടൊപ്പം നമ്മേറെ ഉപദേശങ്ങളും നന്മകളും പഠിപ്പിച്ച് വഴികാട്ടിയായ അധ്യാപകർ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അവർക്കെല്ലാം വേണ്ടി ഒരു സൈലന്റ് പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരെയും സൈലന്റ് പ്രയറിന് വേണ്ടി ആദ്യമായി സ്വാഗതം. എല്ലാവരും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, എല്ലാവരും അവനവൻ്റെ സെൽഫി എടുക്കുക. അങ്ങനെ തീർത്തും സ്വാർത്ഥമായ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ മഹത്തായ ആ ആത്മാർത്ഥമായ ആ ബന്ധങ്ങൾക്ക് ഒരുപാട് വിലയുണ്ട്. മാത്രമല്ല, ആ കാലത്ത് നമ്മൾ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലം, ഭൗതിക സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ നമുക്ക് വളരെ അകലെയായിരുന്ന ഒരു കാലം. ആ കാലത്ത് ഉള്ളത് കൊണ്ട് ഷെയർ ചെയ്തും ഉള്ളതെല്ലാം പങ്കുവെച്ചും വസ്ത്രങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും ചെറിയ ദാരിദ്ര്യത്തിൻ്റെ വിലയറിഞ്ഞും എല്ലാം വളരെ മനോഹരമായി ജീവിച്ചൊരു കാലം. സ്വാർത്ഥതയില്ലാത്ത കാലം എന്ന് തീർത്തും വായിച്ചെടുക്കാവുന്ന ആ 1990-യെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ മഹത്തായ സംരംഭത്തിലൂടെ. ആ സംരംഭത്തിന് ആ പേരിട്ട ബിനുവിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അത് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ വർഷം തീർത്ത നീണ്ട കാലത്തെ അവധികൾ ഒരുപക്ഷെ വിസ്മരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അന്നത്തെ അനുഭവത്തോടു കൂടി ഒത്തുകൂടുമ്പോൾ അധ്യാപകർക്കുമുണ്ട് ഏറെ നമ്മോട് പറയാൻ, അനുഭവങ്ങൾ പറയാൻ. അതിനവരെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയായി ക്ഷണിച്ചുകൊള്ളും. അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ഈ അധ്യാപകരെ നമുക്ക് സ്നേഹവും വേദനയും സമ്മാനിച്ചവരാണ്. ഇന്ന് പഴയ പോലെ ഒന്നും ചൂരലൊന്നുമില്ല. നമ്മൾ നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. ഒരടി അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ചൈൽഡ് ലൈന് കേസ്, തേങ്ങാക്കൊല, അത് തന്നെ സംഭവം ആകെ നാശമാകുന്നത് നമുക്ക് കാണാം. അന്ന് നമുക്കൊരു അടി കിട്ടിയാൽ രണ്ടാമത്തെ അടി എന്താ കിട്ടാത്തതെന്ന പേരത്തെ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഉമ്മർ മാഷൊക്കെ നല്ലോണം അടിച്ചിട്ടുണ്ട്. ആ അടിയുടെ വേദന മാധുര്യമായി നമ്മുടെ കാലിൻ്റെ തുടകളിൽ ഇപ്പോഴും പല കലകളായിട്ട് കാണാമെന്നുള്ളതാണ് അതിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. പിന്നെ നമ്മുടെ ഹിന്ദി മാഷ്, വാസ് മാഷ്, നമുക്ക് ഹിന്ദി നമുക്കറിയാം സുപരിചിതമാകുന്നത് ഹൈസ്കൂളിൽ എത്തുന്നതോടുകൂടി. UP സ്കൂളിലും ഹിന്ദി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹിന്ദി നമ്മൾ പഠിച്ചെടുക്കുന്നത് ഈ ഹൈസ്കൂളിൽ എത്തുന്നതോടുകൂടി. അപ്പൊ അന്നൊക്കെ ഹിന്ദി ഒന്ന് പെട്ടെന്ന് ഹേ ഹു ഹ, ആ 3 ഒച്ചയാണ് നമ്മൾ കൂടുതൽ. ഇന്നിപ്പോ ബംഗാളികൾ ഉള്ളതുകൊണ്ട് പലർക്കും ഹിന്ദി സുപരിചിതമാണ്. ഇന്ന് ബംഗാളികൾ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ വാസുമാഷിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഹിന്ദി കേട്ടത്. അപ്പൊ ചിലപ്പോൾ അയാൾ ഹേ അറിയാം, അപ്പൊ നമ്മൾ പോകുന്നു. എങ്ങനെ മൂളിയാലും ഒരടി മൂപ്പിനെ കിട്ടും. എനിക്കൊക്കെ കിട്ടിയിട്ടില്ല, ഞാനതാ പറയുന്നത്. അതേപോലെ അസീസ് മാഷ് അതൊക്കെ രസിക്കുന്ന അധ്യാപകനായി തമാശ പറഞ്ഞ പഠിപ്പിക്കും. അപ്പൊ മനസ്സിലിങ്ങനെ നമ്മൾ തങ്ങി നിൽക്കുന്ന രീതിയിൽ ഗോപാലകൃഷ്ണ മാഷ് അതൊക്കെ ഒരു എന്താ പറയുക, വളരെ നമ്മൾ ബഹുമാനം തോന്നുന്ന പല അധ്യാപകരും. പക്ഷെ അന്ന് നമുക്ക് ഒരു പക്ഷെ ഇവരൊക്കെ അടിക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു ദേഷ്യം പോലും തോന്നിയിട്ടില്ല. അതിന്റെ കാരണം എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് വേദനിക്കില്ല. അതാണ് അതിൻ്റെ ഉത്തരം. നമ്മളിഷ്ടമുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എന്താവും, സന്തോഷമായി മാറും എന്നുള്ള ഒരു മനസ്സ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അവരുടെ ഒരു അടി പോലും നമുക്ക് വേദനിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ജയഭാരതി ടീച്ചർ, നമുക്ക് ടീച്ചർ ബയോളജി നിർത്തിയിരുന്നത്. എനിക്ക് ഇന്നിപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവമൊക്കെ ഏതാണ് അത്ര കൃത്യമായിട്ട് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ഓർക്കുകയാണ് ജയഭാരതി ടീച്ചർ. പിന്നെ റഹ്മത്തുള്ള മാഷ് നമ്മളെ മാത്സ് പഠിപ്പിച്ച അധ്യാപകൻ വരുന്നുണ്ട്. അദ്ദേഹത്തെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കണക്ക് കൂട്ടലും തെറ്റിക്കാതെ കണക്ക് അധ്യാപകനായിരുന്ന റഹ്മത്തുള്ള മാഷ് അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെയും ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം. വിളിക്കാൻ ഒരു സെക്കൻഡ് മതി. ഇപ്പോൾ കാളൊക്കെ ഫ്രീ ആണ്, അത് വിളിക്കാതെ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ വരാതെ വെക്കുക. അതൊക്കെ നമ്മളെ ഒരു രക്ഷപ്പെടൽ തന്ത്രം. എനിക്ക് വലിയ തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ തിരക്കുള്ള പ്രധാനമന്ത്രിമാരും മന്ത്രിമാരൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ലൈവ് ആകുമ്പോൾ നമ്മളെ പോലെ ചെറിയ ജോലികളുള്ള ആളുകൾ ഓരോ ഒഴിവ് പറഞ്ഞ് മാറുന്നതാണ് ആ കാണുന്നത്. പക്ഷെ നോക്കുമ്പോൾ അധ്യാപകരെ നോക്കുമ്പോൾ ഏറെ തിരക്കിനിടയിൽ ഈ ഒരു ഞായറാഴ്ച ദിവസം നമ്മോടൊപ്പം പങ്കുവെക്കുവാൻ, ഓർമ്മകൾ പങ്കുവെക്കുവാൻ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു ദൗത്യമായി ഞാൻ കാണുകയാണ്. എല്ലാവരും ഒരു മികച്ച കയ്യടി അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഔദ്യോഗിക പരിപാടിയിലേക്ക് ഞാൻ കടക്കുകയാണ്. അങ്ങനെ മായാത്ത ഓർമ്മകളായി, അതേപോലെ തന്നെ നമ്മുടെ ജീവിത വഴിയാത്രയിൽ വീണ്ടും നമുക്കിതുപോലെ
ഒത്തുചേരുവാൻ സർവശക്തനായ ദൈവം നമ്മെ തുണയ്ക്കട്ടെ എന്നും ദൈവത്തിനൊരായിരം നന്ദി മലയാളത്തിലും പ്രൈസ് ദി ലോർഡ് എന്ന് ഇംഗ്ലീഷിലും അൽഹംദുലില്ലാഹ് എന്ന അറബിയിലും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഓരോ അധ്യാപകരെയും വിളിക്കുന്നു, അവർക്ക് നമ്മൾ ഉപഹാരം അണിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ നമ്മോട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഉമ്മർ മാഷ്. അവർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടി നസീനയെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. 10A ക്ലാസ്സിലെ നസീന. അതിനുശേഷം അദ്ദേഹം നമ്മോട് 2 വാക്ക് സംസാരിക്കും. നസീനയെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അധ്യാപകർ. എല്ലാവരും കയ്യടി കൊടുക്കുക. നമ്മുടെ ആരോപണം നടത്തുന്നു നസീന ഉമർ മാസ്റ്റർ. എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ച് അവരെ അഭിനന്ദിക്കുക. ഇനി ഉമർ മാസ്റ്റർ നമ്മോട് കുറച്ചു നേരം നമ്മോട് സംസാരിക്കും. ഉപഭാഷ മാഷ്, ലേബാജി ടീച്ചർ, അഹമ്മദ് മാഷ്, നിങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. കാലം 34-35 സംവത്സരങ്ങൾ കഴിഞ്ഞു. ആ വന്ന സമയത്തും ഇപ്പോഴുള്ള മാറ്റം നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യാസം. അന്ന് നിങ്ങളൊക്കെ സ്കേർട്ടും നിക്കറും ഇട്ടിട്ട് ഇന്ന് അതിൻ്റെ പരിപൂർണതയിലെത്തിയിട്ട് ഞങ്ങളിൽ വലിയ മാറ്റം നേടാൻ ഞങ്ങൾ നിരക്ക് വരുന്നത് പോലെ കാലം നരച്ചിട്ട വര എന്ന് മാത്രമേ ഞങ്ങനെ ഈ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം DPP എന്നുള്ള ഒരു പദ്ധതി ഗവൺമെൻറ് കൊണ്ടിരിക്കുന്നു. അതിലൂടെ ഞങ്ങളെ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് കുറേ ആൾക്കാർ 35 ആൾക്കാർ റിസോഴ്സ് ടീച്ചേഴ്സായി പോയി. റിസോഴ്സ് ടീച്ചേഴ്സ് പ്രൈമറി തലത്തെ മെച്ചപ്പെടുത്താൻ യഥാർത്ഥത്തിൽ അന്ന് മുതലാണ് ആ ട്രെയിനിങ് ലഭിച്ചതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ആ വടിയൊന്ന് താഴെ വെച്ചത്. കാരണം കുട്ടികളെ അറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കണം എന്നാണ്. അത് പ്രൈമറി തൊട്ട് ആവുമ്പോൾ പ്രയാസമില്ല. 8ാം ക്ലാസ് 9ാം ക്ലാസ് വന്നിട്ട് അത് പ്രായോഗികമല്ല. അപ്പോൾ 1 മുതലുള്ള ഒരു ബാച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകില്ല. പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കൂടെ ഞങ്ങൾ നിന്നുകൊണ്ടും അവരിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാവരുടെയും സമാധാനങ്ങൾ കൂടി അധ്യാപന രീതി ഞങ്ങൾ തന്നെ ഡയറ്റ് മുഖേന ഇവിടെ നടപ്പാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഒരു സൗഹൃദ സാധ്യതയും അധ്യാപകർക്ക് വടിയില്ലാത്ത കേൾക്കുന്നുണ്ടോ? ഒരു കാലത്ത് ഇരിക്കുമ്പോൾ അന്നൊക്കെ വളരെയധികം നിങ്ങളെ ഇതുപോലെ എപ്പോഴും ഒത്തുകൂടാൻ പ്രയത്നങ്ങൾ ഇല്ലേ അനവധി ചെയ്തിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പ് തന്നെ നമ്മുടെ അവളെ ഞങ്ങൾ 90 കൂടുന്നുണ്ട്, എത്രയോ കൂടുണ്ടോ എന്നിങ്ങനെ കാണുമ്പോഴൊക്കെ എന്നെ വരുത്തിയിരുന്നു മാവേലി സ്കൂളിൽ വെച്ച്. അപ്പോൾ അത് ഇന്ന് യാഥാർത്ഥ്യം ആയിരിക്കുക. വളരെ സന്തോഷം. ഞാൻ കൂടുതൽ ഒന്നും പറയണ്ടല്ലോ, പറഞ്ഞ എല്ലാവരും പ്രായം കൂടുതലുണ്ട്, വയസ്സ് 12 60 കഴിഞ്ഞിരിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇത് എത്രയാണ് സന്തോഷം ഈ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ, ഇവരെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ എത്രയാണ് സന്തോഷത്തെ തുറന്ന് പറയാൻ ഇങ്ങനൊരു അനുഭവം പിന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 90 കാലഘട്ടത്തിലെ ആളുകളെ ഇതുപോലെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇത് എന്നേക്കും നിലനിൽക്കട്ടെ. എൻ്റെ മനസ്സിലുണ്ടാവും, നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. സന്തോഷം ഒന്നുകൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഞാൻ പല സംഗമത്തിനും ചേരുന്നവർക്ക് പറയും, മാഷേ ഇപ്പം നിങ്ങളെ മാതിരി വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത് പറയും, അങ്ങനെ തന്നെ നമുക്ക് വേണ്ടിയിരുന്നെന്ന് പറയുമ്പോൾ, അപ്പോൾ അത് നമ്മളെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മനസ്സിലാക്കുന്നത്, അതായത് ഗവേഷണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്, ഒരു കുട്ടിയും മോശക്കാരനല്ല, ഒരു കുട്ടിയും മോശക്കാരനല്ല, എല്ലാം നല്ല കുട്ടികളാണ്. പക്ഷേ കുട്ടികൾക്ക് ഒരു മാതൃകയില്ല എന്നാണ് പറയുന്നത്. വീട്ടിൽ ചെന്നാൽ അച്ഛനും അമ്മയും ടി വി, മൊബൈൽ ഇതുപോലെ കണ്ട് കുട്ടികളും ആ വഴിക്ക് തിരിഞ്ഞു. അപ്പൊ അവരെന്താ പറയാന്ന് ചോദിച്ചാൽ ബയോളജി ടീച്ചർ അത്രയാണ്. അതല്ലാതെ എന്റെ പേര് അവർക്ക് അറിയുന്നില്ല. അതെങ്ങനെ മനസ്സിലായി. എന്നിട്ട് ഗെറ്റുഗത പരിപാടി തീർന്നു എന്നാ വിചാരിച്ചത്. കാരണം ഞങ്ങളൊക്കെ അപ്പൊ എനിക്കിപ്പത് വിളിക്കാനൊക്കെ ഇനിയിപ്പോ ബാച്ചൊന്നും ഇല്ല എന്നാ വിചാരിച്ചത്. അപ്പൊ നോക്കുമ്പോൾ ഒരു ദിവസം രാവിലെ നമ്മളെ പ്രശാന്ത് വരുന്നു. അപ്പൊ മാഷിനോട് ചോദിച്ചു, ഇതാരാ മനസ്സിലായോ എന്ന് ചോദിച്ചു. അത് പ്രശാന്ത്. അതേ സമയത്ത് പ്രശാന്തിന്റെ ഒരു ചേച്ചിയുണ്ട്, മീര, നിങ്ങൾക്കൊക്കെ അറിയണ്ടോ? അവളെ ഞാൻ അത് വയനാട്ടിൽ വെച്ച് വന്നു. എന്നാൽ അവളെ എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഇങ്ങനെ വന്നിങ്ങനെ കെട്ടിപ്പിടിച്ച്, എന്നിട്ട് ടീച്ചർക്ക് എന്ന് മനസ്സിലായോ എന്നാ ചോദിക്കണം. പറഞ്ഞിട്ട് എന്താ, എനിക്ക് ഒറ്റയ്ക്ക് മനസ്സിലായില്ല. അവസാനം മീര തന്നെ പറയേണ്ടി വന്നു. എന്നാൽ 90 ഇവിടുത്തെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ്. എന്നാലും കൂടിയിട്ട് പ്രശാന്തിന് എന്തോ എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്നാണ് മനസ്സിലായി. അതെനിക്ക് തന്നെ ഒരു അത്ഭുതം, എങ്ങനെ മനസ്സിലായില്ല. അപ്പോൾ വന്നു, ഞങ്ങൾ ഓരോരുത്തരെയും സ്വീകരിക്കാൻ, വരനെയും വധുവിനെയൊക്കെ സ്വീകരിക്കണം. അതിൽ തന്നെ ഇവിടെ മാലയൊക്കെ ഇട്ട് ഞങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് ഒരു എത്തി നോക്കാം. ഞാനും മാഷും കൂടെ വരുന്ന കാലത്ത് ഞങ്ങളെ കുട്ടികൾ വളരെ ചെറുതാണ്. അപ്പം അന്ന് അതുകൊണ്ട് എന്തുണ്ട്, നമ്മൾ അങ്ങനെ ടെൻഷനൊന്നുമില്ലാതെ കുട്ടികൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉപദേശിക്കുകയും ചെയ്ത് അങ്ങനെ നിങ്ങളെ മക്കളെ വളർത്തുക, നിങ്ങളെ മക്കളെ വളർത്തുക, നിങ്ങളെ മക്കളൊക്കെ പുറത്തെത്തിക്കാണ്. കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും അത്രയൊക്കെ പറയാറുള്ളൂ. നിങ്ങളെ ഉപദേശിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ തന്ന ഈ സ്നേഹോപഹാരത്തിനും ഈ കൂട്ടായ്മയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് ഇൻഡിവിജ്വലായിട്ട് പരിചയപ്പെടണം. ഇതിൽ കുറച്ച് പേരൊക്കെ നല്ലോണം അറിയുന്നുണ്ട്, കാരണം ലോക്കേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ പ്രമാഷം പറഞ്ഞാൽ ഞാനിവിടെ അരികോട് വിദ്യാഭ്യാസ ഓഫീസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അതാണ് പിന്നെ വകുപ്പ്. ഒരു മികച്ച അത് GSSസിലെ എല്ലാവരും പ്രിയപ്പെട്ടവരായിരുന്നു, ഏറെ പ്രിയപ്പെട്ട എല്ലാവരും വിദ്യാർത്ഥിക്ക് എല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു പ്രമാഷ്. കല്യാണത്തെ സ്വാഗതം ആശംസിച്ച സജീവമാണ്. ഇപ്പോഴും അടിയുടെ വേദന എനിക്കും മാറിയിട്ടില്ല. കാരണം ആ ചൂരൽ കഷായം എന്തിനാണ് പിന്നീടാണ് ബോധ്യപ്പെട്ടത്. പലർക്കും ഇപ്പോൾ സജീവ പോലെ ബോധ്യപ്പെടാത്തൊരു കാലഘട്ടത്തിൽ അത് ഇന്നിന്റെ തിരിച്ചറിവ്, അന്നില്ലാത്ത അറിവും തിരിച്ചറിവും രണ്ടാണ്. ഇപ്പോൾ നമുക്ക് തിരിച്ചറിവ് കിട്ടി. അതേപോലെ അനുഭവങ്ങൾ ഒരുപാട് മാഷ് നമുക്ക് മുമ്പിൽ വിവരിച്ചു തന്നു. അതേപോലെ തന്നെയാണ് ഇന്നലെ നമുക്ക് മാഷ് പോയി കണ്ടു. മാഷ് ഇന്ന് 11 മണിയാകുമ്പോൾ എത്തും. നമുക്ക് കണക്ക് എടുത്ത അധ്യാപകനായിരുന്നു, ഗിരിമാഷുണ്ടായിരുന്നു. എല്ലാവരും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഉന്നതിക്ക് എത്തണം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഗുണപാഠങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ വാസുമാഷെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
മാഷ് കൊണ്ട് നമ്മൾ സമരം നടക്കുമ്പോൾ ഒരു ഓർമ്മകൾ രസകരമായ അനുഭവം മാഷ് വന്നോ പേര് വന്നുപോയി. മാഷ് നമ്മളെ കൂടെയുള്ള ഒരാളാണെന്ന് കരുതിയിട്ട് മാഷെ അടിച്ചിട്ടുണ്ട്. മാഷെ ഞാൻ വാസമാഷാണ് അത് നമുക്ക് ഒരുപാട് അന്നുണ്ടായിരുന്ന അനുഭവങ്ങൾ ഇന്ന് നമുക്ക് തികട്ടി വരികയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അസീസ് മാഷും ഗോപാലകൃഷ്ണ മാഷും ജവനീച്ചറും ഒക്കെ. ഏതായാലും ഇന്ത്യയുടെ ബാലപാഠങ്ങൾ നമുക്ക് ഒരുപാട് പകർന്നു തന്ന ഇപ്പോഴേക്കും ഓർമ്മ പഹരി ഉഠാൻ എന്നൊരു പാടുണ്ടായിരുന്നത്. എന്നാൽ ആദ്യത്തെ പറക്കൽ ആദ്യ ഓർമ്മയുണ്ടോ? പഹരി ഉഠാൻ എന്താണ് ആദ്യത്തെ പറക്കൽ എന്നും നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ മാഷ് ഞാനൊരു സൗഹൃദ ബന്ധം എല്ലാവരുമായിട്ടുണ്ട്. കൂടുതൽ ബന്ധം കൂടുതൽ വാസമാഷയുടെ കാര്യങ്ങൾ ഒരു നാടക കൂട്ടായ്മ തരീക്കോട് അതിന് ഗ്രൂപ്പിൽ ഞങ്ങളുണ്ട്. അതേപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഗ്രൂപ്പിലും ഞങ്ങളുണ്ട്. ഏതായാലും മാഷ് ആദരപൂർവ്വം നമുക്ക് വേണ്ടി സ്നേഹപൂർവ്വം ആദരിക്കുന്നതിന് വേണ്ടി മാഷ് ആദരിക്കുന്നതിന് വേണ്ടി ഉപഹാര സമർപ്പണത്തിന് വേണ്ടി 10 വീരുണ്ട് എന്ന പുഷ്പയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് ഏറ്റുന്നതിന് വേണ്ടി മാഷ് ബഹുമാനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു വാസുമാഷെ. ഞാനിപ്പോൾ പങ്കുവെക്കുന്നു. നമ്മുടെ ഈ സ്കൂളിന്റെ പുരോഗതിയിൽ ഭാഗമാക്കായ